2 persons, 2 people. ഇതിലേതാണ് കറക്റ്റ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചെറിയൊരു കൺഫ്യൂഷനില്ലേ? ആ കൺഫ്യൂഷൻ ഇന്ന് മാറ്റാം. പീപ്പിൾ എന്നത് പേഴ്സൺ എന്നതിൻ്റെ സ്റ്റാൻഡേർഡ് പ്ലൂറൽ ഫോമാണ്. ഇതിൻ്റെ ഉപയോഗത്തിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. പീപ്പിൾ എന്നുപയോഗിക്കുന്നത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. എവരിഡേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പേഴ്സൺസ് എന്ന് പറയാറില്ല, പീപ്പിൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകളെ പറ്റി പറയുമ്പോഴും നമ്മൾ പീപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്, പേഴ്സൺസ് എന്ന് പറയാറില്ല. 1 person, 2 people, പേഴ്സൺസ് എന്ന് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറില്ല. There are 50 people in the room. ആ റൂമിൽ 50 ആളുകളുണ്ട്. 50 people എന്നാണ് അവിടെ പറയുന്നത്. Many people were there. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. Many people like watching movies. ഒരുപാട് ആളുകൾ മൂവീസ് വാച്ച് ചെയ്യാൻ, മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെയൊക്കെ നമ്മൾ പീപ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ പേഴ്സൺസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? പേഴ്സൺസ് ഉപയോഗിക്കുന്നത് ഗ്രാമാറ്റിക്കലി, ടെക്നിക്കലി ഒക്കെ കറക്റ്റ് തന്നെയാണ്. അത് തെറ്റായ ഒരു വാക്കല്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ, അതല്ലെങ്കിൽ അതിൽ എഴുതേണ്ടി വരുമ്പോൾ, പോളിസീസ്, ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സ്, അവിടെയൊക്കെയാണ് നമ്മൾ പേഴ്സൺസ് എന്ന് ഉപയോഗിക്കുന്നത്. ദ എലിവേറ്റർ ഹാസ് എ മാക്സിമം കപ്പാസിറ്റി ഓഫ് 3 persons. നോക്കൂ, അവിടെ 3 person ആണ്, 3 people അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മാക്സിമം അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് പറയുന്നത്. ദ എലിവേറ്റർ ഹാസ് എ മാക്സിമം കപ്പാസിറ്റി ഓഫ് 3 persons. അവിടെ വളരെ ഫോർമലായിട്ടാണ് അത് പറയുന്നത്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ട് ആണ് അത്. ദ പോലീസ് ആർ ലുക്കിംഗ് ഫോർ 2 persons ഇൻവോൾവ്ഡ് ഇൻ ദ കേസ്. നോക്കൂ, കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. പോലീസ് 2 ആളുകളെ, 2 വ്യക്തികളെ തിരയുന്നു എന്നാണ്. ആ കേസിൽ ഉൾപ്പെട്ട 2 വ്യക്തികളെ തിരയുന്നു. അവിടെ 2 persons. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഫോർമൽ വേയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് പേഴ്സൺസ് എന്ന് ഉപയോഗിക്കാം. പീപ്പിൾസ് എന്ന വാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ നോക്കൂ. വി സ്റ്റഡീഡ് ദ വേരിയസ് ഇൻഡിജിനസ് പീപ്പിൾസ്. ഇവിടെ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ ഒരു ജനത, ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം താമസിക്കുന്ന ആളുകൾ. അവർക്ക് പ്രത്യേകമായ ആചാരങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ്സ്, അതിനാണ് ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ്സിനെ പറ്റിയാണ് പറയുന്നത്. തദ്ദേശീയരായ ഒരു സമൂഹം, തദ്ദേശീയരായ ജനത. അപ്പോൾ പേഴ്സൺസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, പീപ്പിൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ.